CPM പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നു എന്നതാണ്, പാർട്ടിക്കാർക്ക് സർക്കാർ ജോലി നൽകുന്നു എന്നതുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അല്ല, മന്ത്രി ജോസഫിന്റെ അളിയനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായിരിക്കും എന്നാണ്. ഭാര്യ സഹോദരനാണെങ്കിൽ ചെറിയ ന്യായമുണ്ട്. കാരണം ഭാര്യയെ പേടിച്ചിട്ട്, അല്ലെ ഭാര്യയുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ, തലയണ മന്ത്രം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം നിയമിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു, സമാധാനിച്ചു. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. പക്ഷെ അല്ല എന്ന് പിന്നീട് മനസ്സിലായി. സഹോദരിയുടെ ഭർത്താവാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ വലിയ ചീത്തപ്പേരൊന്നും അറിയാത്ത ആളൊന്നുമല്ലല്ലോ സണ്ണി ജോസഫ്. അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയ്ക്ക് ജയിച്ച ആളല്ലേ. ആദ്യമായിട്ട് MLA ആയതാണ്. MLA ആവണേക്ക് മുമ്പ് അദ്ദേഹം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തതാണ്. വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാതെ സണ്ണി ജോസഫ് 3ാം തവണ നിയമസഭയ്ക്ക് ജയിച്ച ആളാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അതിനുമുമ്പ് കണ്ണൂർ DCC പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ KPCC പ്രസിഡന്റാണ്. ഇത്രയൊക്കെ അറിവും ലോകപരിചയമുള്ള സണ്ണി ജോസഫ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ, എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും സ്വന്തം പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതിൽ എത്ര ലജ്ജാവഹം. ഒരു മിനിമം ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? മറ്റെല്ലാം പോട്ടെ, ഭരണഘടനാപരമായ ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം, കോൺഗ്രസിൽ തന്നെ തൊഴിലില്ലാത്ത ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ അഡീഷണൽ പീസാകാൻ സർവ്വതാ യോഗ്യന്മാരായ വ്യക്തികളുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ മാറ്റി നിർത്തിയാലും മിനിമം സാമാന്യ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. അത് അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് ഇല്ലാന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് ഇത് തിരുത്തിക്കൂടെ? മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. നോക്കിയും കണ്ട് നിന്നാൽ നിനക്ക് കൊള്ളാം. സണ്ണി വക്കീൽ ഇതൊന്നും നടക്കില്ല. നമ്മളെ സർക്കാർ എന്ന് വെച്ചാൽ CPMകാർ പല തൊട്ടിത്തരങ്ങളും കാണിച്ചിട്ടുണ്ട് ഇല്ലേ? ജയരാജൻ മന്ത്രിയുടെ ബന്ധുവിനെ അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിയമിച്ചപ്പോൾ അതിൽ സാങ്കേതികമായിട്ട് ഒരു ഇറഗുലാരിറ്റി ഉണ്ട്, ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചവരാണ് നമ്മൾ. അതെന്റെ ഹോബിയാ സാറേ. ആളുകളെ വിവരറിഞ്ഞ് വിളി തുടങ്ങി. അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും. അപ്പൊ പിന്നെ പറഞ്ഞു വരുത്താൻ ഉത്സാഹം കൂടും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ K. ബാബുവിൻ്റെ ബന്ധുവിന്, ഡയറക്റ്റ് ബ്രദറല്ല, ഉറ്റ ബന്ധുവിനെ KC ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും, KC ജോസഫിൻ്റെ ബന്ധുവിന് കസിന് K. ബാബുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലും വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയപ്പോൾ അതിൽ പോലും ഒരു ഈ ഉരല് കേൾക്കാൻ വിരൽ പറ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇത് അതുപോലും ഇല്ല. നിനക്ക് തീരെ പേടിയില്ലേ? എന്താ നിനക്ക് പേടിയുണ്ടോ? എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിന്നെ എന്തിനാ എല്ലാത്തിനും എന്റെ കൂടെ തന്നെ നിന്നത്? നാട്ടിലേക്കാണ് കെട്ടിയെടുക്കരുതായിരുന്നോ? ഞാനിത് ആദ്യമായിട്ടല്ല രാമേന്ദ്ര. പിന്നെ എന്റെ സ്ഥിരം തൊഴിലല്ലേ ഇത്. യാതൊരു ലജ്ജയോ ഉളുപ്പോ ഇല്ലാതെ ഭരണഘടനാ സംവിധാനത്തെ പരസ്യമായി കൊഞ്ഞനം കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരെ തന്നെയാണ് ഇതിനെ ഏറ്റവും കഠിനമായിട്ട് വിമർശിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ അടക്കം വിമർശനം ഏറ്റുവായിക്കൊണ്ട് ഈ ഭരണം തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഒരു അപഹാസ്യമായ പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അയ്യോടി, നീ കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും വൈകിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഇന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറയാം. ഇപ്പോൾ ഏഷ്യാനെറ്റ് 8 മണിക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ചർച്ച കഴിഞ്ഞാൽ ഞാൻ മന്ത്രി ജോസഫ് സണ്ണിയോട് പറയുള്ളൂ എന്ന് അദ്ദേഹം വിചാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഡീഷണൽ PS-ന്റെ നിയമനം റദ്ദാക്കാൻ പറഞ്ഞാൽ മതി, പ്രശ്നം തീർന്നു. നിന്നെയൊക്കെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ലേശം വാചകടി, അല്പം വെള്ളവടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരടി. അതായിരുന്നു എന്റെ ഒരു രീതി. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി കുടുംബത്തെ മറന്നൊരു കളി വേണ്ട. സത്യമായിട്ടും ഞാൻ ക്ലീൻ ആയി. അല്ല, അഡീഷണൽ PS തന്നെ ഇനി അധികം വൈകാതെ ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോകാവുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാവൂർ അത്യാവശ്യം കൃഷിയും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് പഴയ പോലെ കൃഷിയോ വാണിജ്യമോ വ്യവസായമോ സത്യസന്ധമായ മറ്റെന്തെങ്കിലും തൊഴിലോ ചെയ്ത് ജീവിക്കാം. മന്ത്രിയുടെ അഡീഷണൽ PS ആയിട്ട് മരിക്കുള്ളൂ എന്ന് വാശിയൊന്നുമില്ലല്ലോ. അങ്ങനെ ശബ്ദമൊന്നും ചെയ്തിട്ടുള്ള ആളായിരിക്കും ഞാൻ വിചാരിക്കുന്നില്ല. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തെറ്റ് തിരുത്തുക എന്നുള്ളത് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഒരൊറ്റ ദിവസം പോലും അവളെ ഇവിടെ നിർത്തരുത് എന്നല്ലേ കള്ളങ്ങൾ അവള് പറഞ്ഞത്. ഈ നാട്ടിൽ നിന്ന് പൊക്കണം. എന്റെ കയ്യിൽ കിട്ടിയ വെട്ടിക്കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും. കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി. ഈ അഡീഷണൽ PS ഒക്കെ പറഞ്ഞാൽ വലിയ പവറുള്ള പത്രാസുള്ള ജോലിയാണ്. ഇവരെ കാണുമ്പോൾ സെക്രട്ടേറിയറ്റിലെ IAS അടക്കമുള്ള ആളുകളൊക്കെ ഒച്ചാടിച്ച്, അപ്പോൾ അത്രയൊക്കെ പവറും പ്രസ്റ്റീജും ഉള്ള പോസ്റ്റാണ്. അവിടെ ഇങ്ങനെ ഒരാളെ കയറ്റിയിരുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ഇത്ര കോളത്തെ രാഷ്ട്രീയ പരിചയമുള്ള നിയമപരിചയമുള്ള KPCC പ്രസിഡന്റ് കൂടിയായിട്ടിരിക്കുന്ന മന്ത്രിക്ക് അറിയാൻ പാടില്ലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല.
അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്. മാത്രമല്ല ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട പുലിവാലുകളൊക്കെ വേണമെങ്കിൽ വരാം. ഇപ്പോൾ കെ സി ജോസഫിനെ മന്ത്രി കസേര എടുത്തിട്ടുള്ളത് കെ സി വേണുഗോപാലാണ് എന്ന് വിചാരിക്കാം. ഇരിഷിലെ കെ സി അല്ല, കെ സി ജോസഫ് അല്ല, നമ്മുടെ സണ്ണി ജോസഫിനെ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാലും പുള്ളി കേൾക്കില്ല. ഇനിയിപ്പോൾ ഹൈക്കമാൻഡിൽ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് പറയിപ്പിക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? സത്യം പറയാലോ, നോം ഇത്ര കണ്ട് നിരീക്ഷിച്ചില്ല എന്ന് പണ്ട് നമ്പൂതിരി പറഞ്ഞ പോലെയാണ്. എന്തിനാണ് ഇങ്ങനെ കളിയാക്കണേ? സണ്ണി ജോസഫിനെ കുറിച്ച്, KPCC പ്രസിഡന്റായ ശ്രീ സണ്ണി ജോസഫിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. പൊതുവിൽ സാത്വികനായ, സൗമ്യനായ, അധികം അഴിമതിക്കറയൊന്നും പുരളാത്ത, വലിയ വിവാദങ്ങളൊന്നും ഇല്ലാതെ ശാന്തനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അധികാരസ്ഥാനത്തെത്തുന്നത് ആദ്യമായിട്ടല്ലേ? MLA ആയിരുന്നില്ലേ ഇതുവരെ? അല്ല, പണി പറ്റിച്ചല്ലോ. കൗതുക ലേശം കൂടുതലാണ്. KPCC പ്രസിഡന്റും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് അങ്ങനെയുള്ള ഒരാൾ ഈ പണി ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്തു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ടവരെ ചെയ്ത് ഞങ്ങളും ഇങ്ങനെ ഭരണകക്ഷി വന്ന ഇതൊക്കെയാണ്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പലതും പറയും. അധികാര സ്ഥാനത്ത് വരുമ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആരും പറയാത്തൊരു കാര്യം ഇയാളെ നിന്റെ മുഖത്ത് നോക്കി അറിയാതെ പറഞ്ഞു പോയപ്പോ അതും നിനക്ക് വേണ്ടെന്നു അഹങ്കാരി. ഞങ്ങളീ സ്വഭാവം എന്ന് പറഞ്ഞ് ഇവരെ എത്രയോ പ്രതീക്ഷയോടുകൂടി 10 വർഷം കാത്തിരുന്ന അധികാരത്തിൽ എത്തിയപ്പോൾ ഈ വൃത്തിയോട് ചെയ്യാമോ? മോശമായി പോയിട്ടോ. ഭയങ്കര മോശമായി പോയി. കണ്ണൂർ DC സെക്രട്ടറി ആണെന്നും പഞ്ചായത്ത് പ്രസിഡന്റാണെന്നൊക്കെ പറഞ്ഞ യോഗ്യതയാവുമോ? കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കുക. ഞാൻ 4 ആളറിയുന്ന ഒരു മാന്യനാണ്. സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സണ്ണി ജോസഫ് എന്താ പറഞ്ഞ്? സ്വജനപക്ഷപാതമോ അധികാര ദുര്യോഗമോ ഞാൻ ചെയ്യില്ല. ഇത് രണ്ടും സംഭവിച്ചില്ലേ? സ്വജനപക്ഷപാതം തന്നെ സ്വന്തം സഹോദര ഭർത്താവിനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാൻ എങ്ങനെ പറ്റും? അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ, മന്ത്രിയുടെ ഓഫീസിൽ. അതുകൊണ്ട് സത്യപ്രതിജ്ഞാ ലംഘനമാണ്, ഗുരുതരമായ വീഴ്ചയാണ്. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.